കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, 100 സിംഹങ്ങളെ ഒരു ആട് നയിക്കുന്നതിനേക്കാളും മെച്ചം 100 ആടുകളെ ഒരു സിംഹം നയിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറ്റ് ഈസ് ബെറ്റർ that a lion leads 100 lambs than a lamb leading 100 lions. നേതൃത്വം എന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. ആത്മീയ നേതൃത്വം എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള വിഷയമാണ്. ദൈവസഭയ്ക്ക് ദൈവം ഏത് നിലയിലുള്ള നേതൃത്വമാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം എന്ന് വിചാരിക്കുന്നത്. വാട്ട് ഈസ് ദ ലീഡർഷിപ്പ് ഓഫ് ദ ചർച്ച്? സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന നേതൃത്വം എന്താണ്? നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ സഭകളെക്കുറിച്ച് നമ്മൾ കാണുന്നത്, സഭകൾ ഓരോ സ്ഥലത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളുകൾ ദൈവാരാധനയ്ക്കും സുവിശേഷ പ്രവർത്തനങ്ങൾക്കുമായി സ്ഥിരമായി കൂടി വരുന്ന ആ ക്രമീകരണത്തെയാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ സഭ പുതിയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് സ്വതന്ത്രമായ അല്ലെങ്കിൽ സംഘടനാപരമായി മറ്റ് ഗ്രൂപ്പുകളുമായിട്ട് അതിന് ബന്ധമില്ല, ആത്മീയമായുള്ള ബന്ധമുണ്ട്. ആ നിലയിലാണ് നമ്മൾ സഭകളെ കാണുന്നത്. അപ്പോൾ നേതൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ സ്ഥലം സഭകളുടെ നേതൃത്വം എന്നുള്ള വിഷയമാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു സഭയ്ക്ക് എന്ത് നേതൃത്വമാണ് ദൈവം വെച്ചിരിക്കുന്നത്? നമ്മൾ സഭാ നേതൃത്വത്തെക്കുറിച്ച് ബൈബിളിൽ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും വ്യക്തമായ കാര്യം, ഡാനിയൽ വാലസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഗ്രീക്ക് പണ്ഡിതൻ അതിനെക്കുറിച്ച് പറയുന്നത് പോലെ, വിത്തൗട്ട് ഡിസ്പ്യൂട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു ഷോ ദാറ്റ് ദി ലോക്കൽ ചർച്ചസ് ആർ ലെഡ് ബൈ എൽഡേഴ്സ്. അപ്പം വലിയ തർക്കത്തിന് കാരണമില്ലാതെ വേണം പുതിയ നിയമം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സ്ഥലം സഭകളുടെ നേതൃത്വം മൂപ്പന്മാർക്കാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദ ലോക്കൽ ചർച്ചസ് ആർ ലെഡ് ബൈ എൽഡേഴ്സ്. മൂപ്പന്മാർ ആണ് സ്ഥലം സഭകളെ നയിക്കുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് വ്യക്തമായി പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവിടെ സ്ഥലം സഭകളുടെ നേതൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ച് വായിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് മൂപ്പൻ എന്ന് പറയുന്ന വാക്കാണ്. സഭ ലോക്കൽ ചർച്ചിന് നേതൃത്വത്തെക്കുറിച്ച് നിങ്ങൾ നോക്കിയാൽ മൂപ്പൻ എന്നുള്ളതായിരിക്കുന്ന വാക്കാണ് ഏറ്റവും പ്രമുഖമായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് പ്രസ്ബിറ്ററോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൻ്റെ മലയാള പരിഭാഷയാണ്. പ്രസ്ബിറ്ററോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൻ്റെ മലയാള പരിഭാഷയാണ് മൂപ്പൻ എന്ന് പറയുന്ന വാക്ക്. എന്നാൽ മൂപ്പൻ എന്ന് പറയുന്ന വാക്കിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് വർത്തമാന കാലത്ത് മലയാള ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കുന്നൊരു വാക്കല്ല അത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, അതൊരു കാലഹരണപ്പെട്ടു പോയ ഒരു വാക്കാണ്. ഇപ്പം നിങ്ങൾ പെന്തക്കോസ്ത് സമൂഹത്തെ ഞാൻ വിടുകയാണ്. ബ്രദറൻ ലോക്കൽ ചർച്ച് ഇടയിലൊക്കെ ചെന്ന് മൂപ്പൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. എന്നാൽ യാക്കോബക്കാരോടോ കത്തോലിക്കരോടോ അവിശ്വാസികളോടോ നിങ്ങൾ മൂപ്പൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം ഇന്ന് വർത്തമാന കാലത്ത് അത് അത്രത്തോളം ഉപയോഗിക്കുന്നൊരു വാക്കല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിന് ഉള്ളത്. അപ്പോൾ എന്നാൽ മൂപ്പൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രസ്ബിറ്ററോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ വളരെ നല്ല ഒരു പരിഭാഷയാണ് ഈ മൂപ്പൻ എന്ന് പറയുന്ന വാക്ക്. അപ്പം ഞാൻ ബൈബിൾ പരിഭാഷകൾ പരിശോധിച്ച് നോക്കി. മലയാളത്തിൽ ഇന്ന് കുറേ ബൈബിൾ പരിഭാഷകളുണ്ട്. അതിൽ POC എന്ന് പറയുന്ന കത്തോലിക്കരുടെ ഒരു പരിഭാഷയുണ്ട്. അപ്പോൾ അതിലവർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ശ്രേഷ്ഠൻ എന്ന വാക്കാണ്. അപ്പോൾ മൂപ്പൻ എന്നുള്ളതിന് പകരം അവർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ശ്രേഷ്ഠൻ എന്നാണ്. എന്നാൽ മൂപ്പൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ഒരു പരിഭാഷയല്ല ശ്രേഷ്ഠൻ എന്ന് പറയുന്ന വാക്ക്. അങ്ങനെ പരിഭാഷപ്പെടുത്താൻ പറ്റത്തില്ല. ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് മൂപ്പൻ എന്ന് പറയുമ്പോൾ പ്രായം, പക്വത, പാകത,
എന്നൊക്കെയുള്ളതായിരിക്കുന്ന ഊന്നലാണ് ആ വാക്കിൽ ഉള്ളത്. എന്നാൽ ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ ആ നിലയിൽ പറ്റില്ല. മറ്റു ചില പരിഭാഷകളെ ഞാൻ നോക്കിയപ്പോൾ അവർ പറയുന്നത് സഭയിലെ സഭാശ്രേഷ്ഠൻ എന്നുള്ള നിലയിൽ സഭാമുഖ്യൻ എന്ന ഒരു പരിഭാഷ എനിക്ക് കാണാൻ സാധിച്ചു. അതും അത്ര ഗുണമുള്ള ഒരു പരിഭാഷ അല്ല. അപ്പം അതുകൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ വി ഹാവ് ടു സ്റ്റിക്ക് വിത്ത് മൂപ്പൻ എന്ന് പറയുന്ന വാക്ക് ഒരു കറൻറ്റ് ടേം അല്ല എങ്കിലും അതിനേക്കാളും മെച്ചമായ ഒരു മലയാള പരിഭാഷ ആ വാക്കിന് എൽഡർ പ്രിസ്ബിറ്ററോസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കിന് എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം മൂപ്പന് പറ്റിയൊരു വാക്ക് കിട്ടി, പക്ഷേ അതും വലിയ ഗുണമില്ല. വയോധികൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് അത് നമുക്ക് അങ്ങോട്ട് ചേരുന്ന ഒരു വാക്കല്ല. അപ്പം അതുകൊണ്ട് തൽക്കാലം മൂപ്പനെന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. ആളുകൾക്കത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എങ്കിലും സഭാ നേതൃത്വത്തെക്കുറിച്ച് മൂപ്പൻ മാത്രമല്ല കേട്ടോ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതിന് ഉപയോഗിച്ചിരുന്ന വേറെ ഒരു വാക്ക് തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ ഉപയോഗിച്ചുള്ള വാക്കാണ്. അതേ വാക്ക് തന്നെയാണ് ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് അധ്യക്ഷൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. എന്നാൽ അത് ഒരു നല്ല പരിഭാഷയല്ല. അധ്യക്ഷൻ എന്ന് പറയുന്ന വാക്ക് നല്ല പരിഭാഷ. കാരണം അധ്യക്ഷൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ പരിഭാഷയാണ്. എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ പരിഭാഷയാണ് നമ്മൾ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അധ്യക്ഷൻ എന്ന് പ്രസിഡൻ്റ് എന്നുള്ള വാക്ക് പോരാ. എപ്പിസ്കോപ്പോസ് എന്നുള്ള വാക്കിൻ്റെ ഏറ്റവും നല്ല പരിഭാഷ ഓവർസിയർ എന്ന് പറയുന്ന വാക്കാണ്. എപ്പി എന്ന് പറഞ്ഞാൽ മുകളിൽ, സ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ കാണുന്നയാൾ എന്നാണ്. അപ്പോൾ ഈ ഓവർസിയർ, ദ വൺ ഹു സീസ് കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നയാൾ എന്നുള്ള അർത്ഥത്തിലാണ് എപ്പി സ്കോപ്പോസ് എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ച്. മേൽനോട്ടക്കാരൻ എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ കൊള്ളാം. പക്ഷേങ്കിൽ സഭയിലെ മേൽനോട്ടക്കാരനാണെന്ന് പറഞ്ഞാലും അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല അല്ലേ. മേൽനോട്ടക്കാരനാണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതിനെ ഇംഗ്ലീഷ് പരിഭാഷയിൽ അവർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഓവർസിയർ എന്നാണ്. ഇപ്പോഴത്തെ ആധുനിക ഇംഗ്ലീഷ് പരിഭാഷ ESV, NIV, NASB എന്നൊക്കെ പറയുന്ന ബൈബിളിലൊക്കെ അതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഓവർസിയർ എന്നാണ്. എന്നാൽ കിങ് ജെയിംസ് ബൈബിളിൽ അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ബിഷപ്പ് എന്നാണ്. ഞാനതിനെക്കുറിച്ച് ബിഷപ്പിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ബിഷപ്പെന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ബിഷപ്പ് എന്ന് പറയുന്നത് എപ്പിസ്കോപ്പോസ്. എന്നാലും ബിഷപ്പ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് അതിൻ്റെ ഇന്നത്തെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഈ എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു പരിഭാഷയായിട്ട് അത് വരുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഓവർസിയർ എന്ന് വിളിച്ചാൽ നല്ല കാര്യമാണ്. പക്ഷേങ്കിൽ അത് അങ്ങനെ അത്രത്തോളം അല്ലെങ്കിൽ ഒരു സർക്കുലേഷൻ കിട്ടിയ ഒരു വാക്കല്ല ഈ ഓവർസിയർ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. അപ്പോൾ മൂന്നാമത് ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് അത് വളരെ പരിമിതമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഇടയൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. ഇടയൻ എന്ന് പറയുന്ന വാക്കാണ്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അത് ഒരു നാമരൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇടയൻ എന്ന് പറയുന്ന ആ പ്രയോഗം നാമരൂപത്തിൽ കാണാം. മറ്റുള്ള ഇടങ്ങളിലൊക്കെ അത് ഒരു ക്രിയാരൂപമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ മൂപ്പന്മാർ അഥവാ അധ്യക്ഷന്മാർ ചെയ്യുന്ന ജോലിയായിട്ടാണ് ഈ ഇടയൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. ഇടയൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് നമുക്ക് പരിചിതമായിരിക്കുന്നൊരു വാക്ക്. അതെന്താണെന്നറിയാമോ? പാസ്റ്റർ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. മലയാളത്തിൽ ഇടയൻ എന്ന് പറഞ്ഞാൽ ഉടനെ ആടും അങ്ങനെയുള്ളൊരു വിചാരമാകട്ടോ ആളുകൾക്ക്. ഞാൻ ഇടയനാന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. എന്നാൽ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് അതൊരു പരിചയമുള്ളൊരു വാക്കാണ്. അപ്പോൾ നമ്മുടെ സഹോദരന്മാർ പറയും പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഭയങ്കര പാപമാണ് എന്നൊക്കെ പറയും. അത്രയൊന്നും പാപമൊന്നും ആ വാക്കിൽ ഇല്ല. പാസ്റ്റർ എന്ന് വിളിക്കാൻ കൊള്ളാവുന്നൊരു പേരാണ്. കാരണം പ്ലംബിങ് ചെയ്യുന്ന ആളുകളെ നമ്മളെന്താ വിളിക്കുക? പ്ലംബർ എന്ന് വിളിക്കും. അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? ഇലക്ട്രീഷ്യൻ എന്ന് വിളിക്കും. അപ്പോൾ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ആളിനെ എന്ത് ചെയ്യാം? ഇടയൻ എന്ന് വിളിക്കാം. അപ്പം പാസ്റ്ററിങ് ചെയ്യുന്ന ആളിനെ നമുക്ക് പാസ്റ്റർ എന്ന് വിളിക്കാം. അപ്പം ഞാൻ ഈ 3 വാക്കുകളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഗ്രീക്ക് അധികം അറിയത്തില്ലെങ്കിൽ ഈ 3 വാക്കുകൾ നിങ്ങളെ ഓർമ്മയിൽ വയ്ക്കണം.
പ്രസ്ബിറ്റർ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ് മൂപ്പൻ. പ്രസ്ബിറ്റർ എന്ന് പറയുന്നത്, പ്രസ്ബിറ്ററോസ് എന്ന് പറയുന്ന വാക്കാണ് മൂപ്പൻ. പിന്നെ എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്ന വാക്കാണ് അധ്യക്ഷൻ അല്ലെങ്കിൽ ബിഷപ്പ് എന്ന് പറയുന്നത്. എപ്പിസ്കോപ്പോസ്, എപ്പിസ്കോപ്പ എന്നൊക്കെ പറയുന്നത് അത് ഈ കേൾക്കുന്നുള്ളൊരാൾക്ക് വലിയ ആനയാന്ന് വിചാരിക്കും. അത് അത്രയൊന്നും വലിയ കാര്യമൊന്നുമില്ല. മൂപ്പൻ എന്നുള്ളതിൻ്റെ വേറെ ഒരു വാക്കാണ് ഈ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വാക്കാണ് പാസ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രീക്ക് അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പൊയ്മെയിൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ ഇത് 3 സ്ഥാനമാണോ അതോ ഇത് ഒരു സ്ഥാനത്തെക്കുറിച്ച് പറയുന്ന 3 പേരുകളാണോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞിട്ട് ഞാൻ രണ്ടാമതൊരു ചോദ്യമുണ്ട്, അതിലേക്ക് വരാം. അവിടെ 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രസ്ബിറ്ററോസ്, എപ്പിസ്കോപ്പോസ് ആൻഡ് പൊയ്മെയിൻ എന്ന് പറയുന്നതായിരിക്കുന്ന 3 വാക്കുകളാണ് സഭയുടെ നേതൃത്വത്തെ വിശദീകരിക്കാനായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചുള്ള വാക്കുകളാണ്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വന്നാൽ അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചാൽ, 20-ാമത്തെ അധ്യായത്തിൻ്റെ പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 2ാം മിഷണറി യാത്ര കഴിഞ്ഞ് മടങ്ങി അന്ത്യോക്യയിലേക്ക് പോവുകയാണ്. അദ്ദേഹം മക്കദോന്യ പ്രദേശങ്ങളിൽ നിന്ന് മടങ്ങി അദ്ദേഹം എഫേസോസ് അല്ലെങ്കിൽ അവിടുന്ന് അവർ യൂറോപ്പിൽ നിന്ന് അവർ കടൽ കടന്ന് ഏഷ്യയിലേക്ക് കടക്കുന്നു. ത്രോവാസിൽ ആണ് അവർ കിടക്കുന്നത്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ മിലേത്തോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് ഏതാണ്ട് എഫേസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10-40 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലമാണ് ഈ മിലേത്തോസ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ മിലേത്തോസിൽ വന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവൻ മിലേത്തോസിൽ നിന്ന് എഫേസോസിലേക്ക് ആളയച്ച്, അതെ അത് 17-ാമത്തെ വാക്യമാണ്, 18 പറഞ്ഞ് തെറ്റിപ്പോയി, 17-ാമത്തെ വാക്യമാണ്. മിലേത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അപ്പം കാര്യം ചോദിച്ചാൽ എഫേസോസിലേക്ക് പോകാനായിട്ട് അദ്ദേഹത്തിന് നേരമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്തത്, മിലേത്തോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീ പോർട്ട്, സോ ഹി കോൾഡ് ദി എൽഡേഴ്സ് ഓഫ് ദി ചർച്ച് ഇൻ എഫേസസ് ടു കം, അവിടെ വരാനായിട്ട് അവരോട് പറഞ്ഞു. എന്നിട്ട് അതിന് 28-ാമത്തെ വാക്യത്തിൽ ഇവരോട് സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. 28-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ്? മിലേത്തോസിൽ നിന്ന് എഫേസോസിലേക്ക് ആളയച്ച് വരുത്തിയ മൂപ്പന്മാരോടാണ് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്. എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടെ ഈ മൂപ്പന്മാരോട് അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? മൂപ്പന്മാരാരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയെ മേയ്പ്പാനായിട്ട് അധ്യക്ഷന്മാരാക്കി വെച്ച ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഈ 3 വാക്കുകളും ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു, യു എൽഡേഴ്സ്, യു പ്രസ്ബിറ്റേഴ്സ് ആർ ആക്ച്വലി എപ്പിസ്കോപ്പോസ്. നിങ്ങൾ മൂപ്പന്മാർ അധ്യക്ഷന്മാരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ചത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ഷുഡ് പാസ്റ്റർ. നിങ്ങൾ ദൈവത്തിന് സഭയെ മേയ്ക്കുക എന്ന് പറയുന്ന വാക്കാണ് ഈ പാസ്റ്ററിങ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കതാണ്. അപ്പോൾ ഞാൻ പറയാം, മൂപ്പന്മാരാരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആക്കി വെച്ച അധ്യക്ഷന്മാരാണ്. അവരുടെ ജോലി എന്താണ്? ദൈവത്തിൻ്റെ ആടുകളെ, ദൈവസഭയെ മേയ്ക്കുക, പാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നതാണ് അവരുടെ ജോലി. എന്ന് പറഞ്ഞാൽ ഈ 3 വാക്കുകളും ഒരേ സ്ഥാനത്തെ അല്ലെങ്കിൽ ഒരേ ജോലിയെ കാണിക്കുന്ന വാക്കുകളാണ്. മൂപ്പന്മാർ അധ്യക്ഷന്മാരാണ്. അധ്യക്ഷന്മാരായിരിക്കുന്ന ആളുകളുടെ ജോലി എന്ന് പറയുന്നത് പാസ്റ്ററിങ് ആണ്. സോ ദീസ് 3 words ആക്ച്വലി ഡിനോട്ട് ടു 1 പൊസിഷൻ. ഒരു സ്ഥാനത്തെ കാണിക്കുന്ന 3 വാക്കുകളാണ് ഈ പറഞ്ഞതായിരിക്കുന്ന 3 വാക്കുകൾ. എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാലും
പ്രസ്ബിറ്ററോസ് എന്ന് പറഞ്ഞാലും പൊയ്മെയിൻ എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ സ്ഥാനത്തെ കാണിക്കുന്ന പേരുകളാണ്. കാരണം മൂപ്പന്മാരായിരിക്കുന്ന ആളുകൾ അധ്യക്ഷന്മാരായി പരിശുദ്ധാത്മാവിനാൽ നിയമിക്കപ്പെട്ട ആളുകളാണ്. അവർ ജോലി എന്ന് പറയുന്നത് പാസ്റ്ററിങ് ആണ്. അപ്പം അതുകൊണ്ട് മൂപ്പന്മാരായിരിക്കുന്ന ആളുകൾ ഞങ്ങൾ പാസ്റ്റേഴ്സാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത് ഉപയോഗിച്ചിരിക്കുന്ന വേറെ ഒരു പേര് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ മൂപ്പനാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ അടുത്തടുത്ത് എന്ത് പറയാം? ഞാൻ പാസ്റ്ററാണ് എന്ന് പറയാം. അപ്പോൾ അത് കുഴപ്പമുള്ള ഒരു പേരല്ല. അപ്പോൾ ഞാൻ ഈ അടുത്ത് പറഞ്ഞു വരുമ്പോൾ പാസ്റ്റർമാർ മേളിലുള്ള ഒരു പാസ്റ്റർ അങ്ങനെയുള്ള ഒരു ക്രമീകരണം ഒന്നും ബൈബിളിലില്ല കേട്ടോ. പാസ്റ്റർമാരേ ഉള്ളൂ. പാസ്റ്റർ സൂപ്പർ പാസ്റ്ററൊന്നുമില്ല, ഡിസ്ട്രിക്ട് പാസ്റ്ററുമില്ല, ബൈബിൾ വായിച്ചു നോക്കിയേയില്ല. പിന്നെ ഭരണക്രമീകരണത്തിനും അതിൻ്റെ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനുഷ്യർ ചെയ്യുന്നുണ്ട്. എന്നാൽ ബൈബിൾ നോക്കുമ്പോൾ യു സീ എൽഡേഴ്സ് or who are bishops or who are pastors. ഇതെല്ലാം ഒരു സ്ഥാനത്ത് കാണിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ ഒന്നാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ദൈവസഭയെ നയിക്കുവാൻ പുതിയ നിയമത്തിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളുകൾ മൂപ്പന്മാരാണ്. അവരെ അധ്യക്ഷന്മാരെന്നും പാസ്റ്റർമാരെന്നും വിളിച്ചിട്ടുണ്ട്. അതാണ് സഭയുടെ നേതൃത്വത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കുന്ന ക്രമീകരണം. അതാണ് എന്ന് നമുക്ക് ബൈബിൾ പുതിയ നിയമം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ വേറെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ബൈബിളിൽ കാണാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് പരിശോധിക്കാനായിട്ട് എനിക്ക് മനസ്സാണ്. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ പ്രസ്താവന, അപ്പോൾ അതാണ് ഞാൻ ഒരു പക്ഷേ അല്പം കൂടെ വിശദമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ അതായത് ഈ മൂപ്പന്മാരെ എങ്ങനെയാണ് നിയമിക്കുന്നത്? നമ്മളുടെ മധ്യത്തിൽ ഡിവൈൻ ഡിസൈൻ മിനിസ്ട്രി എന്ന് പറയുന്ന അങ്ങനെ പറയുന്ന കുറേ സഹോദരന്മാരുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമുള്ളതായ ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 14-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്. എങ്കിലും അതിൽ നിന്ന് പറയാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും പറയാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് കുറച്ചുകൂടെ വിശദമായി പറയാം എന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 14-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരണം. അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു വാക്യത്തിൽ നിന്ന്, ഒരു വേദഭാഗത്തു നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ. പറയാൻ കഴിയുന്നതിലും കൂടുതൽ പറഞ്ഞാൽ അതിനെന്താ പറയുന്നത് അറിയാമോ? അധിക പ്രസംഗമെന്ന്. പ്രസംഗമെന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തിൽ പറയുന്ന കാര്യം പറയുന്നതാണ്. വാക്യത്തിൽ പറയുന്നതിൽ കൂടുതൽ കാര്യം പറയാൻ എന്ത് പറയണം? അധിക പ്രസംഗം അല്ലേ? അതല്ലേ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയുന്നു എന്നേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ പറയുന്നത്, ബൈബിൾ പ്രസംഗിക്കുന്ന ആളുകൾ ബൈബിൾ പ്രസംഗിക്കണം, അല്ലാതെ അധിക പ്രസംഗം പറയരുത്. ബൈബിൾ പറഞ്ഞ കാര്യങ്ങളെ പറയാവൂ. ഞാൻ നിങ്ങളോട് പറയാം, ബൈബിൾ സത്യസന്ധമായി പ്രസംഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കേട്ടോ. എല്ലാം അധിക പ്രസംഗമാണ്. ബൈബിളിൽ ഒരു വാക്യം വായിച്ചതിന് ശേഷം ഇഷ്ടമുള്ള കാര്യമൊക്കെ പറയും. അതാണ് പ്രസംഗത്തിൻ്റെ ഒരു പൊതുവായിരിക്കുന്ന രീതി. അതാ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടല്ലേ? ഒരാൾ പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പോൾ പ്രസംഗ വിഷയമെന്ന് പറയുന്നത്, അപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗം പഠിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. ആടിനെ കുറിച്ച് തെങ്ങിനെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ് പുള്ളി തീരുമാനിച്ചിരിക്കുന്നത്. തെങ്ങാണ് പുള്ളിയുടെ പ്രസംഗ വിഷയം. അപ്പോൾ ചെന്നപ്പം പ്രസംഗ വിഷയമായിട്ട് കിട്ടിയത് എന്താണെന്നറിയോ? ആടാണ് കിട്ടി. ആടിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആടിനെ കൊണ്ട് തെങ്ങെ കെട്ടി അതിനുശേഷം തെങ്ങിനെക്കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ അതാണ് പലരും ചെയ്യുന്നത്. എന്ത് വിഷയം കിട്ടിയാലും നമ്മൾ പറയാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം നമ്മൾ പറയും. അപ്പോൾ കൊണ്ടുവന്ന് നമ്മളെന്ത് ചെയ്യും? തെങ്ങിനെ കൊണ്ട് കെട്ടിവെച്ച് തെങ്ങിനെക്കുറിച്ച് പ്രസംഗിക്കും. അത് ന്യായമായൊരു കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരി, നമുക്ക് 23-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഞാൻ ഈ പറയുന്ന കാര്യം ബൈബിൾ അനുസരിച്ചാണോ അതോ അധിക പ്രസംഗമാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഈ പറയുന്ന കാര്യം ബൈബിൾ പറയുന്ന കാര്യമാണോ അതോ അതിൽ കൂടുതൽ ഞാൻ പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്നെ വിലയിരുത്താനായിട്ട് ഞാൻ അതിനുള്ള അനുവാദമൊന്നും വേണ്ട എന്നുള്ള കാര്യം എനിക്കറിയാം. എങ്കിലും ഞാനൊരു താഴ്മയുള്ള മനുഷ്യനായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുകയാണ്. ശരി 23-ാമത്തെ വാക്യം. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കിൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു. അതാണ് വാക്യം. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട്
തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കിൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു. അവിടെ ഈ വാക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ട കാര്യം, അതിൻ്റെ ഒരു മുഖവരിയായിട്ട് പറയേണ്ട കാര്യം, ഈ വാക്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൽപ്പനയല്ല. അത് നിങ്ങൾ യോജിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ഇങ്ങനെ മൂപ്പന്മാരെ നിയമിക്കണം എന്ന് പറയുന്ന ഒരു കൽപ്പനയല്ല. പിന്നെയോ പൗലോസും ബർന്നബാസും എങ്ങനെ മൂപ്പന്മാരെ നിയമിച്ചു എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ്. അത് നിങ്ങൾ യോജിക്കുന്നുണ്ടല്ലേ? യു ഹാവ് ടു. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് മൂപ്പന്മാരെ നിയമിക്കണം എന്ന് പറയുന്നൊരു കൽപ്പനയല്ല. പിന്നെയോ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും എങ്ങനെ മൂപ്പന്മാരെ നിയമിച്ചു എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ്. രണ്ടാമത് പറയാൻ പറ്റുന്ന കാര്യം, ഒന്നാമത്തെ ഒബ്സർവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടാമത്തെ പ്രശ്നം പറയുന്നത് 23-ാമത്തെ വാക്യം എന്ന് പറയുന്നത് 21, 22 വാക്യങ്ങൾക്ക് ശേഷമാണ്. അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അത് മനസ്സിലാക്കാൻ പ്രയാസമില്ലുണ്ടോ? 23-ാമത്തെ വാക്യം എന്ന് പറയുന്നത് 21, 22 വാക്യങ്ങൾക്ക് ശേഷമാണ് 23-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ 21-ാമത്തെ വാക്യത്തിന് ആരംഭിക്കുന്ന ഈ ആശയത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് നമ്മൾ 23-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അപ്പം ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാം. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സന്ദർഭം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സന്ദർഭം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സന്ദർഭത്തിന് വിരുദ്ധമായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റായിരിക്കുന്ന കാര്യമാണ്. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ സന്ദർഭം എന്ന് പറയുന്നത്, സന്ദർഭം പറഞ്ഞ് ആശയം വിശദീകരിക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആരെ എവിടെ വെച്ച് എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ എന്തെങ്കിലും സന്ദർഭത്തിന് വിരുദ്ധമായ രീതിയിൽ പറഞ്ഞാൽ അതും അധിക പ്രസംഗമാണ്. കാര്യം ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. അവിടെ 21-ാമത്തെ വാക്യത്തിൽ ആരംഭിക്കുന്ന പ്രസ്താവനകളുടെ തുടർച്ചയാണ് 23-ാമത്തെ വാക്യം. ഇതിൽ 5 പ്രസ്താവനകൾ ഉണ്ട്. ഈ വാക്യങ്ങളിൽ 5 പ്രസ്താവനകളുണ്ട്. എന്നിട്ട് അത് ഉള്ള പറഞ്ഞാൽ ഇതിനകത്ത് മെയിൻ വെർബ് എന്ന് പറയുന്നത് 20-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി എന്ന് പറയുന്ന വാക്കാണ് അതിലെ വെർബ് എന്ന് പറയുന്നത്. പോയി എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ പോയപ്പോഴിവരെന്താ ചെയ്തത് എന്ന് തന്നെ വിവരിക്കുന്ന 5 പാർട്ടിസിപ്പിൾസ് നിങ്ങൾ വായിച്ചാലറിയാം. എന്ന് പറഞ്ഞ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങളെല്ലാം പാർട്ടിസിപ്പിളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഒരു കൽപ്പനയാണ് ഉള്ളത്. എന്താണെന്നറിയോ? ശിഷ്യന്മാരെ ഉളവാക്കുക എന്ന് പറയുന്ന കൽപ്പന. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും പിന്നെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് എന്ത് ചെയ്യണം? ശിഷ്യരാക്കിക്കൊള്ളുവേൻ സകല ജാതികളെയും ശിഷ്യ. അപ്പം അതിലെ കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? ശിഷ്യരാക്കിക്കൊള്ളുവേൻ എന്ന് പറയുന്നത്. ശിഷ്യരാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അതിനോട് ചേർന്ന് ചെയ്യേണ്ടത് എന്നതാണ് ഈ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന കാര്യം വിശദീകരിക്കുന്നതാണ്. നിങ്ങൾ പോകണം എന്ന് പറയുമ്പോൾ സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിച്ച് സുവിശേഷം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നവരെ പഠിപ്പിക്കണം. അങ്ങനെയാണ് നമ്മൾ ശിഷ്യന്മാരെ ഉളവാക്കുന്നതെന്നാണ് ആ വാക്യം പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ഈ അപ്പസ്തലനായ പൗലോസും ബർന്നബാസും ദർബയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ അവരുടെ യാത്രയ്ക്കായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത 5 കാര്യങ്ങളെക്കുറിച്ച് ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. 21, 22, 23 വാക്യങ്ങളിൽ വാട്ട് ദേ ഹാവ് ഡൺ. 5 പാർട്ടിസിപ്പിൾസ് ഈ 21, 22, 23 വാക്യങ്ങളുണ്ട്. ഒന്നാമത്തെ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നത് പാർട്ടിസിപ്പിളാണ്. അറിയിച്ചും എന്നാണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ. സുവിശേഷം അറിയിച്ചു. പിന്നെ ശിഷ്യരാക്കി എന്ന് പറയുന്നത് പാർട്ടിസിപ്പിളാണ്. അതിനുശേഷം പറഞ്ഞു വിശ്വാസത്തിൽ ഉറപ്പിച്ചു, നിലനിൽക്കണം. വിശ്വാസത്തിൽ ഉറപ്പിച്ചു എന്ന് പറയുന്നത് ഒരു പാർട്ടിസിപ്പിളാണ്. അതിനുശേഷം പറയുന്നത് പ്രബോധിപ്പിച്ചു എന്ന് പറയുന്നത് പാർട്ടിസിപ്പിളാണ്. അതിനുശേഷം മൂപ്പന്മാരെ നിയമിച്ചു എന്ന് പറയുന്നതും പാർട്ടിസിപ്പിളാണ്. അങ്ങനെ 5 പാർട്ടിസിപ്പിൾസ്
അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മിഷണറി പ്രവർത്തനത്തിൽ എന്താണ് നടക്കേണ്ടത്, മിഷണറി പ്രവർത്തനത്തിൻ്റെ അന്തസത്ത എന്താണ് എന്ന് പറഞ്ഞാൽ ഈ 5 കാര്യങ്ങളാണ്. എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം പ്രസംഗിക്കണം, സഭകൾ സ്ഥാപിക്കണം, സഭകളിലുള്ളതായിരിക്കുന്ന വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം, എന്നിട്ട് അവരെ പ്രബോധിപ്പിക്കണം, പിന്നെ സഭയിൽ മൂപ്പന്മാരെ നിയമിക്കണം. അങ്ങനെ 5 കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതായിട്ടാണ് ഈ വേദഭാഗത്ത് നമ്മളോട് പറയുന്നത്. അപ്പോൾ 23-ാമത്തെ വാക്യം 22, 21, 20 വാക്യങ്ങൾക്ക് ശേഷമാണ്. അപ്പം അതുകൊണ്ട് ആ സന്ദർഭത്തിൽ വേണം ഈ വാക്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ. ശരി, നമുക്ക് 23-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവർ എന്നതാണ് ആദ്യത്തെ വാക്ക്, അല്ലേ? അവർ എന്ന് പറയുന്നതായിരിക്കുന്നതാണ് ആദ്യത്തെ വാക്ക്. ഈ അവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ എന്ന് പറഞ്ഞാൽ പൗലോസും ബർന്നബാസുമാണ്. അതിനെക്കുറിച്ച് തർക്കമില്ലല്ലോ. അവർ എന്ന് പറയുന്നത് പൗലോസും ബർന്നബാസുമാണ്. അപ്പോൾ ഇവിടെ മൂപ്പന്മാരെ നിയമിക്കുന്നത് അപ്പസ്തലനായ പൗലോസും ബർന്നബാസുമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തർക്കമില്ല. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ, സഭതോറും അവർക്ക് മൂപ്പന്മാരെ. സഭയെന്ന് പറയുന്ന ഏകവചനമാണ്, സഭതോറും എന്നാണ്. സഭകൾ തോറുമല്ല, സഭതോറുമാണ്. മൂപ്പന്മാരെന്ന് പറയുന്നത് ബഹുവചനമാണ്. മൂപ്പനല്ല, മൂപ്പന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്താ പറയാൻ പറ്റുന്നത്? ഓരോ സഭയിലും ഒന്നിലധികം മൂപ്പന്മാരെ അപ്പസ്തലനായ പൗലോസും ബർന്നബാസും നിയമിച്ചു എന്ന് ആ വാക്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. സഭതോറും മൂപ്പന്മാരെ എന്ന് പറഞ്ഞപ്പോൾ ഒരു സഭയിലെ നേതൃത്വം എന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല. പ്ലൂറാലിറ്റി ഓഫ് ലീഡർഷിപ്പ് ഈസ് ആക്ച്വലി എൻ എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് ലീഡർഷിപ്പ് ഇൻ ദി ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്. പുതിയ നിയമത്തിലെ സഭയുടെ വളരെ ശ്രദ്ധേയമായിരിക്കുന്നൊരു പ്രത്യേകതയാണ് സഭയിൽ മൂപ്പന്മാര്, പരസ്പര ഉത്തരവാദിത്വമുള്ള മൂപ്പന്മാരാൽ നയിക്കപ്പെടുന്ന ക്രമീകരണമാണ് സഭയെന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ അതിനെക്കുറിച്ച് പറയാം. ഇവരെ മൂപ്പന്മാരെ നിയമിച്ചത് എവിടെയാണ്? സഭയിലാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ മൂപ്പന്മാരുണ്ടെങ്കിലേ സഭയാകുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം സഭയ്ക്കാണ് മൂപ്പന്മാരെ നിയമിക്കുന്നത്. അപ്പോൾ മൂപ്പന്മാരില്ലെങ്കിലും സഭയാണ്. സഭയ്ക്ക് അതിൻ്റെതായിരിക്കുന്ന ബലഹീനതയുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ചില ആളുകൾ സഭയുടെ നിർവചനം പറയുമ്പോൾ പറയും മൂപ്പന്മാരാൽ നയിക്കപ്പെടുകയും എന്ന് പറയുന്ന ഒരു നിർവചനം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയല്ലത്. മൂപ്പന്മാരില്ലെങ്കിലും സഭയാണ്. വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കൾ ദൈവാരാധനയ്ക്കും ദൈവകൽപ്പനയുടെ നിവർത്തിക്കും സുവിശേഷ ഘോഷണത്തിനും ആയിട്ട് സ്ഥിരമായി ഒരുമിച്ച് കൂടി വന്നാൽ ആ കൂടിവരവുകളെ നമ്മൾ സഭയെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമം സഭയെന്നാണ് വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് മൂപ്പന്മാരെ നിയമിച്ചത് സഭയിലാണ്. അപ്പം അതുകൊണ്ട് സഭ എന്ന് പറയുന്ന മൂപ്പന്മാരുണ്ടെങ്കിലേ സഭയാവുകയുള്ളൂ എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പം ഞാൻ 3 കാര്യങ്ങളോട് പറഞ്ഞു. അവർ എന്നുള്ള കാര്യം, മൂപ്പന്മാരെ നിയമിച്ചത് പൗലോസും ബർന്നബാസുമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് സഭതോറുമാണ് മൂപ്പന്മാരെ നിയമിച്ചെന്ന് പറഞ്ഞാൽ മൂപ്പന്മാരെന്ന് പറയുന്ന ബഹുവചനവും സഭയെന്ന് പറയുന്ന ഏകവചനവുമായതുകൊണ്ട് ഓരോ സഭയിലും ഒന്നിലധികം മൂപ്പന്മാരെ നിയമിച്ചു എന്ന് പറയാൻ പറ്റും. മൂന്നാമത് പറയാൻ കഴിയുന്ന കാര്യം അവർക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവനയാണ്. ടോ ഔട്ടോ എന്ന് പറയുന്ന ആ പ്രസ്താവന വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനയാണ്. മൂപ്പന്മാരെ നിയമിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം സഭകൾക്കാണ്. മൂപ്പന്മാരെ നിയമിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം സഭകൾക്കാണ്. എക്കാർട്ട് സ്നാബൽ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിരിക്കുന്ന വേദപണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ മൂപ്പന്മാരെ നിയമിക്കുന്നത് ഈ സഭയെ മറ്റുള്ള സഭകളുമായി ബന്ധിപ്പിക്കുന്നുള്ള ഒരു പരിപാടിയല്ല. യെരുശലേമിലെ സഭയിലേക്ക് ഒരു ബ്രാഞ്ച് ആക്കാൻ വേണ്ടി, പിന്നെ അല്ല അന്ത്യോക്യയിലെ സഭയുടെ ഒരു ബ്രാഞ്ച് എന്നുള്ള നിലയിൽ ഇവരെ ക്രമപ്പെടുത്താൻ നോ. മൂപ്പന്മാരെ നിയമിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ സഭയുടെ അഭിവൃദ്ധിയും ആ സഭയുടെ പുരോഗതിയും അവരുടെ ആത്മീക ശുശ്രൂഷകൾ മെച്ചപ്പെടുന്നതിനുള്ള ക്രമീകരണവുമാണ്. അപ്പം ഞാനൊരു പ്രസ്താവന പറയാം. മൂപ്പന്മാരെ നിയമിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മിഷണറി ടീമിൻ്റെ ഭാഗമായിട്ട് സഭ നിന്നോളൂ എന്നുള്ളതായിരിക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് മൂപ്പന്മാരെ നിയമിക്കുന്നത്. ഞങ്ങൾ മൂപ്പന്മാരെ നിയമിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. അങ്ങനെ ഒരു പരിപാടി ചെയ്താലും അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും ഇല്ല കേട്ടോ. അവരെ മൂപ്പന്മാരെ നിയമിച്ചു ടോ ഔട്ടോ, അവർക്ക് വേണ്ടി അവർക്ക് മൂപ്പന്മാരെ നിയമിച്ചു എന്നാ.
അപ്പോഴേ മൂപ്പന്മാരെ നിയമിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നിയമിക്കപ്പെട്ട സഭകൾക്കാണ്, അല്ലാതെ നിയമിക്കുന്ന മിഷണറിമാർക്കല്ല. അപ്പം മിഷണറിമാരല്ലേ അപ്പസ്തലന്മാരെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം ഞാനല്ലയോ നിയമിച്ചത്, ഞാൻ പറഞ്ഞതുപോലൊക്കെ നിങ്ങൾ നിന്നോണം എന്ന് പറയാൻ വേണ്ടിയല്ല, അതിനു വേണ്ടിയല്ല. ഇത് ടോ ഔട്ടോ, അവർക്കു വേണ്ടി, അവർക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന മൂപ്പന്മാരെ നിയമിക്കുമ്പോഴുള്ള പ്രയോജനം സഭകൾക്കാണ്, അല്ലാതെ നിയമിക്കുന്ന ആളുകൾക്കല്ല എന്ന് പറയാം. അപ്പം നിയമിക്കുകയും ചെയ്തു എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന. അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ചെയ്തു. നിയമിക്കുക എന്നുള്ളതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കുന്ന വാക്ക്, നിയമിക്കുക എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് 2 പ്രാവശ്യം മാത്രമേ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. കൈറോറ്റോണയോ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. കൈറോറ്റോണയോ എന്ന് പറയുന്ന വാക്കാണ്. അതിന് 2 അർത്ഥമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഡിക്ഷണറിയിൽ വായിച്ചു നോക്കിയാൽ ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് നിയമിച്ചു എന്ന് പറയുന്ന അർത്ഥമാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതായിരിക്കുന്ന അർത്ഥമാണ്. അപ്പം ഇവിടെ ഏത് നിലയിലാണ് ഇത് പരിഭാഷപ്പെടുത്തേണ്ടത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഒരു വാക്കിന് 2 അർത്ഥമുണ്ട് എങ്കിൽ ഏതർത്ഥത്തിലാണ് ഈ വാക്യം പരിഭാഷപ്പെടുത്തേണ്ടത്? ഞാൻ വിചാരിക്കുന്നു മലയാള പരിഭാഷക്കാർ നടത്തിയൊരു നല്ല പരിഭാഷയാണ്. നിയമിക്കുക എന്ന ആ പരിഭാഷ തന്നെയാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മൂപ്പന്മാരെ അവരെ നിയമിച്ചു. അപ്പോൾ അതിനോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഈ ഡിവൈൻ ഡിസൈൻ എന്ന് പറയുന്ന ആ ക്രമീകരണത്തെക്കുറിച്ച് പറയുന്ന ആ സഹോദരന്മാർ പറയുന്ന ഒരു കാര്യം, മൂപ്പന്മാരെ നിയമിക്കുവാനുള്ള അവകാശം മിഷണറിമാർക്ക് മാത്രമാണ് എന്നവർ പറയും. അങ്ങനെ പറയും, മൂപ്പന്മാരെ നിയമിക്കുവാനുള്ള അവകാശം മിഷണറിമാർക്കാണ്, അവർക്കല്ലാതെ മറ്റാർക്കും മൂപ്പന്മാരെ നിയമിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ ഉദാഹരണമായിട്ട് അവർ പറയുന്നത്, അല്ലെങ്കിൽ അതിന് തെളിവായിട്ട് പറയുന്നത്, ഇവിടെ മൂപ്പന്മാരെ നിയമിച്ചത് പൗലോസും ബർന്നബാസുമാണ്. പൗലോസും ബർന്നബാസും എന്ന് പറയുന്നത് മിഷണറിമാരാണ്. അപ്പോൾ അതുകൊണ്ട് മൂപ്പന്മാരെ നിയമിക്കണമെങ്കിൽ മിഷണറിമാർ വേണം. അപ്പം ഞാനതിന് പറയാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, മൂപ്പന്മാരെ നിയമിച്ച ഈ മിഷണറിമാരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഏത് നിലയിലുള്ള മിഷണറിമാരാണ്? നമ്മളെപ്പോലുള്ള മിഷണറിമാരാണോ? നമ്മളെപ്പോലുള്ള മിഷണറിമാരാണോ? ഈ ബർന്നബാസിനെ കുറിച്ച് സെക്കൻഡറി അപ്പോസ്റ്റലാണ് എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പൗലോസിനെ കുറിച്ച് ഏതായാലും ആ വാദം ശരിയാവില്ലല്ലോ. അദ്ദേഹം ഒരു പ്രൈമറി അപ്പോസ്റ്റൽ തന്നെയല്ലേ, അടിസ്ഥാന അപ്പോസ്റ്റലനാണല്ലോ. കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് അപ്പോസ്റ്റലനായി നിയമിച്ചയാളല്ലേ. അദ്ദേഹം അതിശ്രേഷ്ഠതയുള്ള ഒരു അപ്പോസ്റ്റലനാണ്. അപ്പം അതുകൊണ്ട് ഈ വാക്യമാണ് മൂപ്പന്മാരെ നിയമിക്കുന്നതിനുള്ള രീതി എങ്കിൽ, മൂപ്പന്മാരെ നിയമിക്കുന്നതിൽ ഒരു ആൾ ആരായിരിക്കണം? ഒരു അടിസ്ഥാന അപ്പോസ്തലനായിരിക്കണം. മറ്റേ ആൾ സെക്കൻഡറി ആണെന്ന് നമുക്ക് പറയാം. ഒരാൾ ആരായിരിക്കണം? ഒരു അടിസ്ഥാന അപ്പോസ്തലനായിരിക്കണം. അപ്പം അതുകൊണ്ടാണ് JN ഡാർബി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഈ ബ്രദറൻ സമൂഹത്തിൻ്റെ ആരംഭകാലത്തുള്ള ഒരാളാണ് JN ഡാർബി. ഡിസ്പെൻസേഷനിസം എന്നൊക്കെ പറയുന്ന ആശയം അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹമാണത് ക്രമീകരിച്ചയാൾ. അദ്ദേഹം പറഞ്ഞു, ഇന്ന് മൂപ്പന്മാരെ നിയമിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് മൂപ്പന്മാരെ നിയമിക്കുവാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മൂപ്പന്മാരെ നിയമിക്കുവാൻ കഴിവുള്ള അപ്പോസ്തലന്മാർ നമ്മുടെ മധ്യത്തിലില്ല. അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അതൊരു നല്ല കാര്യം, നല്ല പോയിന്റാണ്. അപ്പോൾ മൂപ്പന്മാരെ നിയമിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് എങ്കിൽ ഇന്ന് മൂപ്പന്മാരെ നിയമിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇവിടെ മൂപ്പന്മാരെ നിയമിച്ചതുപോലെയുള്ള ആളുകൾ ഇന്ന് സഭയിലില്ല. അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ള ഒരു മിഷണറി ഉണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളുടെ വളരെ പ്രസിദ്ധനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതുപോലെ, ഏതായാലും അദ്ദേഹം പറഞ്ഞതുപോലെ, ഇവർ മിഷണറിമാരാണ് എന്നുള്ള കാര്യം ശരിയാ, പക്ഷെങ്കിൽ ഇവർ അപ്പോസ്തലന്മാരായ മിഷണറിമാരാണ്, അപ്പസ്തലന്മാരായ മിഷണറിമാരാണ്. അപ്പോൾ അവർ ചെയ്തതുപോലെയുള്ള കാര്യം ചെയ്യാനായിട്ട് അതേ രീതിയിൽ മൂപ്പന്മാരെ ആക്കാനോ അവർ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം ഇന്നുള്ളതായ മിഷണറിമാർക്ക് ഇല്ല. അപ്പം അതുകൊണ്ട് ഈ നിലയിൽ തന്നെയാണ് മൂപ്പന്മാരെ നിയമിക്കേണ്ടത് എന്ന് നിങ്ങൾ ശാഠ്യം പിടിച്ചാൽ മൂപ്പന്മാരെ നിയമിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ശാഠ്യം പിടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ശാഠ്യം പിടിക്കേണ്ട കാര്യമില്ല. കാരണം സഭയിൽ മൂപ്പന്മാർ വേണമെന്നുള്ളത് എല്ലാ കാലത്തും ആവശ്യമായിരിക്കുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ മൂപ്പന്മാരെ നിയമിക്കുന്നത് എങ്ങനെയാണ്
എന്നതിൽ ആരാണ് നിയമിക്കേണ്ടത് എന്നുള്ളതിൽ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അനുവദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതുപോലെയുള്ള അടിസ്ഥാന അപ്പോസ്തലന്മാരില്ലെങ്കിൽ മൂപ്പന്മാരെ നിയമിക്കാൻ പറ്റുകയില്ല എന്നൊരു സ്ഥിതി, അങ്ങനെ ആ ഒരു റെസ്ട്രിക്ഷൻ ഈ വിഷയത്തിൽ വരുത്തിയിട്ടില്ല. അതിൽ കുറച്ചുകൂടെ ഒരു വിശാലത ആവശ്യമാണ്. ഇനി എങ്ങനെയാണ് മൂപ്പന്മാരെ നിയമിക്കാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ കുറേ പാർട്ടിസിപ്പിളിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഇവർ ചെയ്ത 5 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് മൂപ്പന്മാരെ നിയമിക്കുക എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ 4 കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളുകൾക്ക് 5ാമത്തെ കാര്യവും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. 4 കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളുകൾക്ക് 5ാമത്തെ കാര്യവും ചെയ്യാം. അതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം. ഇവിടെ അപ്പോസ്തലന്മാർക്ക് മാത്രമേ അല്ലെങ്കിൽ മിഷണറിമാർക്ക് മാത്രമേ മൂപ്പന്മാരെ നിയമിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അതിൻ്റെ മുൻപ് പറഞ്ഞ 4 കാര്യങ്ങളും അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം, അല്ലേ? അങ്ങനെ പറയണ്ടേ? ഈ 5ാമത്തെ കാര്യം ചെയ്തത് ഇവരാണ്. അതിന് മുൻപുള്ളതായിരിക്കുന്ന 4 കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർക്കേ സാധിക്കുകയുള്ളൂ. കാരണം 5ാമത്തെ കാര്യം ഇവരെ കൊണ്ട് മാത്രമല്ലേ സാധിക്കുള്ളൂ. എന്നാൽ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മളുടെ ഡിവൈൻ ഡിസൈൻ സഹോദരന്മാരും മിഷണറിമാർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നില്ല. 1ാമത്തെ കാര്യം സുവിശേഷം പ്രസംഗിക്കുക. അത് അപ്പോസ്തലന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് മിഷണറിമാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല. ആ സുവിശേഷം പറയാൻ കഴിയുന്ന അതിന് കൃപയിൽ വെച്ച് ധരിക്കുന്ന ആളുകൾക്കൊക്കെ സുവിശേഷം പറയാം. 2ാമത് സഭാസ്ഥാപനം, ശിഷ്യന്മാരെ ഉളവാക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. സഭാസ്ഥാപനം എന്ന് പറയുന്നതും മിഷണറിമാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന, അപ്പോസ്തലന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. അതിന് പല മുഖാന്തരങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ആളുകൾ എങ്ങനെയാണ് സഭകൾ ആരംഭിച്ചത് എന്നതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ചില ആളുകൾ ഒരു സ്ഥലത്തു നിന്ന് പോയതായിരിക്കുന്ന വിശ്വാസികൾ വേറെ സ്ഥലത്തേക്ക് ചെന്നു, അവിടെ സുവിശേഷം പറഞ്ഞു, അവിടെ ആളുകൾ രക്ഷിക്കപ്പെട്ടു, അവരെല്ലാം കൂടെ കൂടിയൊരു സഭയായി. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന സംഭവങ്ങളുണ്ട്. ഒരു സ്ഥലം സഭ അവരുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഫലമായി വേറൊരിടത്ത് ഒരു സഭ തുടങ്ങിക്കൂടെ? അങ്ങനെയുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ടല്ലോ. അപ്പം പല നിലകളിൽ സഭ ആരംഭിക്കാനായിട്ട് സാധിക്കും. 3ാമത് അവർ ചെയ്ത കാര്യമെന്ന് പറയുന്നത് വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു എന്ന് പറയുന്ന കാര്യമാണ്. വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിട്ടും മിഷണറിമാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ല. വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിട്ട് ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്ന ആളുകൾ, ഉപദേശം പറയാൻ കഴിയുന്ന ആളുകൾ, അവർക്കൊക്കെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നീട് പറഞ്ഞത് പ്രബോധിപ്പിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അതും മിഷണറിമാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്ന ആളുകൾക്ക് മൂപ്പന്മാരെ നിയമിക്കാനും കഴിയും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സുവിശേഷം പറയുന്ന സഭാസ്ഥാപനത്തിൽ കാരണമായി തീർന്ന ആളുകൾക്ക് അവിടെ മിഷണറി അങ്ങനെ മൂപ്പന്മാരെ നിയമിക്കാനുള്ളതായിരിക്കുന്ന അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന അധികാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആളുകളെ പരിശീലിപ്പിക്കുകയും ഉപദേശം പഠിപ്പിക്കുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്താൽ ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുകയും പക്വതപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ദൈവമക്കൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് മൂപ്പന്മാരെ ആക്കാനുള്ളതായിരിക്കുന്ന അവകാശവും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, കുറഞ്ഞ പക്ഷം മിഷണറിമാർക്ക് നിശ്ചയമായിട്ടും മൂപ്പന്മാരെ നിയമിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സഭയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഒരു സ്ഥലത്ത് ഒരു സഭയുണ്ടായത് എങ്കിൽ അവിടുത്തെ മൂപ്പന്മാർക്ക് പുതിയ മൂപ്പന്മാരെ നിയമിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സുവിശേഷകന്മാരാണ് ഒരു സഭയുടെ പ്രവർത്തനത്തിന് കാരണമെങ്കിൽ സുവിശേഷകന്മാർക്ക് മൂപ്പന്മാരെ നിയമിക്കാനായിട്ട് സാധിക്കും. അപ്പം ആ നിലയിൽ മൂപ്പന്മാരെ നിയമിക്കുക എന്ന് പറയുന്നതിന് ഒരു വിശാലമായ ഒരു തലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാതെ മൂപ്പന്മാരെ നിയമിക്കാനായിട്ട് മിഷണറിമാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധ്യമായ ഒരു പ്രസ്താവനയല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ മൂപ്പന്മാരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ 2 പ്രസ്താവനകളേ ഉള്ളൂ കേട്ടോ ബൈബിളിൽ. മൂപ്പന്മാരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ച് 2 പ്രസ്താവനകളുള്ളൂ. അതിൽ 1ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഇവിടെയാണ്, 14ാമത്തെ അധ്യായത്തിൻ്റെ 23ാമത്തെ വാക്യത്തിലാണ്. മറ്റേ പ്രസ്താവന എന്ന് പറയുന്നത് തീത്തോസിന് എഴുതിയതായിരിക്കുന്ന ലേഖനത്തിൽ, തീത്തോസിൻ്റെ നമ്മൾ നോക്കിയാൽ തീത്തോസിലേക്ക് നമുക്കൊന്ന് പോകാം. തീത്തോസ് അതിന് 1ാമത്തെ അധ്യായത്തിൻ്റെ
അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കേണ്ടതിനും തന്നെ. അപ്പം ഈ രണ്ട് പ്രസ്താവനകളാണ് മൂപ്പന്മാരെ നിയമിക്കണം എന്നുള്ളതായിരിക്കുന്ന നിലയിൽ നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഞാൻ വിചാരിക്കുന്നു അത് ഈ രണ്ട് പ്രസ്താവനകൾ മതിയാകും. ഓരോ പ്രാദേശിക സഭകളിലും മൂപ്പന്മാർ നിയമിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവരെ കണ്ടെത്തണം, എന്നിട്ട് അവരെ സ്ഥാനത്തേക്കാക്കണം. അപ്പോൾ അതിനോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അപ്പം ഈ മിഷണറിമാർക്ക് മാത്രമല്ല മൂപ്പന്മാരെ ആക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ വിശദീകരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതുപോലെ തന്നെ തീത്തോസിൻ്റെ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതൽ അതിൻ്റെ 9 വരെയുള്ള വാക്യങ്ങൾ, ഈ രണ്ട് സ്ഥലങ്ങളിലാണ് മൂപ്പന്മാരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിരിക്കുന്ന യോഗ്യതകൾ എന്താണ് എന്ന് വിവരിക്കുന്നത് ഈ രണ്ട് വേദഭാഗങ്ങളിലാണ്. 1 തീമോത്തിയോസ് 3-ാമത്തെ അധ്യായം, തീത്തോസ് 1-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ഇവിടെയാണ് നമ്മൾ മൂപ്പന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിനെ അധികരിച്ച് ഞാനൊരു കാര്യം പറയാം. ബൈബിളിൽ പുതിയ നിയമത്തിൽ മൂപ്പന്മാരെ എങ്ങനെ നിയമിക്കുന്നു എന്നുള്ളതല്ല വിഷയം, ആര് നിയമിക്കുന്നു എന്നുള്ളതുമല്ല വിഷയം, ആരെയാണ് മൂപ്പന്മാരായി നിയമിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വിഷയം. ഹൂ ഈസ് ദി എൽഡർ? ഈ മൂപ്പനായി നിയമിക്കപ്പെടുന്ന വ്യക്തി ആരായിരിക്കണം എന്നതിനാണ് ബൈബിളിലെ ഊന്നലെന്ന് പറയുന്നത്. അതാണ്, അല്ലാതെ അദ്ദേഹത്തെ എങ്ങനെയാണ് നിയമിച്ചത്, ആരാണ് നിയമിച്ചത് എന്നുള്ളതായിരിക്കുന്ന കാര്യത്തിനല്ല. കാരണം തീത്തോസിൻ്റെ ലേഖനത്തിലും അതുപോലെ തന്നെ തിമോത്തിയോസിൻ്റെ 1 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായത്തിലും മൂപ്പന്മാർക്കുള്ള യോഗ്യതകളെക്കുറിച്ച് വിവരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് അവരെ എങ്ങനെ നിയമിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു നിർദ്ദേശവും നൽകുന്നില്ല. അവരെ എങ്ങനെയാണ് നിയമിക്കേണ്ടത്, ആരാണ് നിയമിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവും ഇല്ല. പക്ഷെങ്കിൽ ഏത് നിലയിലുള്ള ആളുകളെയാണ് മൂപ്പന്മാരായിട്ട് നിയമിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ നിർബന്ധമുണ്ട്. അപ്പം അത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, മൂപ്പന്മാരുടെ യോഗ്യത എന്താണ് എന്നതിനാണ് പ്രാധാന്യം, അല്ലാതെ ആര് മൂപ്പന്മാരെ ആക്കുന്നു, എങ്ങനെ ആക്കുന്നു എന്നുള്ളതിനല്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സംടൈംസ് വി ക്യാൻ ബി സ്റ്റക്ക് വിത്ത് ദി എക്സ്റ്റേണൽ അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് ഫർഗെറ്റ് അബൌട്ട് ദി ട്രൂ റിയൽ ഇൻസൈഡ് ഇൻറ്റൻഷൻ ഓഫ് ഗോഡ്. ആന്തരികമായി ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെയൊക്കെ മറികടന്ന് ബാഹ്യമായ ക്രമീകരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കണ്ടു നിന്ന ഒരു ആൾ പറഞ്ഞു, കസേരയിലാണ് ഇരുത്തിയിരിക്കുന്നത്, ചത്താലും ഇവർ കസേര വിടുകയല്ല. മരിച്ചപ്പോഴെങ്കിലും ഈ കസേര വിടുമെന്ന് വിചാരിച്ചു? ഇല്ല, ഈ കസേരയാണ് പ്രശ്നം, അല്ലാതെ ഈ പണിയുടെ മറ്റു കാര്യങ്ങളൊന്നുമല്ല. അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ കസേരയാണ് പ്രശ്നം. അധികാരമാണ്, സ്ഥാനമാണ് പ്രശ്നം, അല്ലാതെ അതിൻ്റെ മൂല്യമല്ല. ആ പ്രശ്നം നമുക്കും ഉണ്ടാകാൻ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വലിയ നോട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആളിനെ മൂപ്പനായിട്ട് നിയമിച്ചത്. മൂപ്പനാകുമ്പോൾ മുട്ടിന്മേൽ നിൽക്കണം, പുറകിൽ മിഷണറിമാരിങ്ങനെ നിൽക്കും, അവരുടെ മേൽ കൈ നീട്ടും, എന്നിട്ടവരെ മൂപ്പന്മാരായിട്ട് നിയമിക്കും. അതിലൊന്നും എനിക്കത് വിരോധമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ നിയമിക്കപ്പെട്ട ആളുകൾ ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഈ പറയുന്നതായിരിക്കുന്ന യോഗ്യതകളില്ലാത്തവരുമാണെങ്കിൽ നിങ്ങൾ ഏത് നിലയിൽ അവരെ മൂപ്പന്മാരായിട്ട് നിയമിച്ചാലും അത് ദൈവം അംഗീകരിക്കുന്ന ഒരു ക്രമീകരണമല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, അവരെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച പരിശുദ്ധാത്മാവാണ് ദൈവത്തിന് സഭയെ നയിക്കുവാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിന് പരിശുദ്ധാത്മാവാക്കാത്ത ആളുകളെ നിങ്ങൾ എന്തെല്ലാം കറക്കിയാലും അവർ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന ആളുകളാകാൻ പറ്റില്ല. ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന ആളുകളുടെ സ്വഭാവ ശ്രേഷ്ഠതകളെക്കുറിച്ച് ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമുക്ക് പറ്റിയൊരു വലിയ പരാജയം എന്ന് പറയുന്നത് നമ്മുടെ നേതാക്കന്മാരെന്ന് പറയുന്ന ഭക്തിയുള്ള ആൾക്കാരല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്ന് രാഷ്ട്രീയമാണ് സഭകളിൽ. കൈക്കൂലി കൊടുത്തും ആളുകളെ സ്വാധീനിച്ചും വോട്ട് നേടിയുമാണ് പല സഭകളിലും സംഘടനകളും നേതൃത്വത്തിലേക്ക് ആളുകൾ വരുന്നത്. അല്ലാതെ അവർക്ക് ആത്മീകമായിരിക്കുന്ന ഗുണങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്ന ജീവിതത്തിൻ്റെ രൂപാന്തരവും വിശ്വാസത്തിൻ്റെ സ്ഥിരതയും ദൈവപരിജ്ഞാനവും ഉണ്ടോ എന്നുള്ളതല്ല ചോദ്യം. അവർക്ക് സ്വാധീനമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു വലിയ കെണിയാണ് കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്കും ദൈവവചനത്തിൻ്റെ ആ രീതികളിലേക്കും മടങ്ങി വരണം. ദൈവത്തിന് പരിശുദ്ധാത്മാവാക്കുന്ന ആളുകളാണ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് ഞാനത് വായിച്ച് വിടാം. അതുകൊണ്ട് അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാകിയാൽ അനിന്ദ്യനായിരിക്കണം. അനിന്ദ്യനായിരിക്കണം. ഹി ഷുഡ് ബി ബ്ലെയിംലെസ്. ഈ ദൈവത്തിൻ്റെ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നാൽ അദ്ദേഹത്തിന് നേരെ കൈവിരൽ ചൂണ്ടുവാൻ ആർക്കും കഴിവ്, അങ്ങനെ ഒരു സാധ്യതയില്ലാത്ത ഒരു മനുഷ്യനെയാണ് അധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ മൂപ്പനായിട്ട് നിയമിക്കേണ്ടത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ്. അനിന്ദ്യനായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ ഇപ്പോഴേ? ആളുകൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ തലയിൽ തുണിയിടണം, അല്ലാതെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് നേതാക്കന്മാരായിരിക്കുന്നത്. അനിന്ദ്യനായിരിക്കണം എന്നിട്ട് പറഞ്ഞു. തന്നിഷ്ടക്കാരനും. തന്നിഷ്ടക്കാരൻ അല്ലേ? അയ്യോ, മൂപ്പന്മാര് തന്നിഷ്ടക്കാരായിട്ടുള്ള എത്ര മൂപ്പന്മാരാണ്. തന്നിഷ്ടക്കാരനും കോപിയും. കോപിയും മദ്യപ്രിയനും. മദ്യപ്രിയന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ നമ്മുടെ ഏതായാലും ലോക്കൽ ചർച്ചകളിലെ മൂപ്പന്മാരായിട്ടില്ല. അഥവാ അവർ മദ്യം കഴിച്ചാലും മദ്യപ്രിയന്മാരല്ല. രഹസ്യമായിട്ട് ഇങ്ങനെ കഴിച്ചെങ്കിലേ അവർ പരസ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാരല്ല. അപ്പം ആ നിലയിൽ അവർക്ക് വലിയ കുഴപ്പം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. തല്ലുകാരനും. തല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് തല്ലാറില്ല. അപ്പം ആ ഒരു രീതിയിൽ അവരെക്കുറിച്ച് നമുക്കൊരു ബഹുമാനമുണ്ട്. തല്ലുകാരനല്ല. ദുർലാഭമോഹിയും. ഞാൻ പറയാം, ലോക്കൽ ചർച്ചകൾ അത്രത്തോളം ആളുകൾ കാശുണ്ടാക്കാൻ വേണ്ടി മൂപ്പന്മാരായി എന്നുള്ള ഒരു സ്ഥിതിയില്ല കേട്ടോ. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പല സഭകളിലും നേതൃത്വത്തിലേക്ക് വരുന്നത് നമ്മളുടെ കൃഷ്ണൻകുട്ടി സഹോദരൻ പറഞ്ഞതുപോലെ കരിമ്പ് കൃഷിയേക്കാളും ലാഭം കുരിശ് കൃഷിയാണ് എന്ന് പറഞ്ഞു. കരിമ്പ് കൃഷിയേക്കാളും ലാഭം കുരിശ് കൃഷിയാണ്. ആത്മീകമാണ്. അതാണ് പല ആളുകളെ സംബന്ധിച്ചും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ MLVS എന്ന് പറയുന്ന പ്രസ്ഥാനം, എൻ്റെ ദൈവമേ, അതിൻ്റെ നേതാവ് കടം കയറി മുടിഞ്ഞ് ഭാര്യയെ ആത്മഹത്യ ചെയ്യാനായിട്ടൊക്കെ തീരുമാനിച്ചിരുന്നയാൾ ഏതായാലും തടിക്കച്ചവടം വിട്ട് ആത്മീയ കച്ചവടത്തിന് വേണ്ടി വന്നു. ഇപ്പോൾ ഒരു 400 കോടി രൂപയെങ്കിലും അദ്ദേഹത്തിന് മൂലധനമുണ്ട്. എൻ്റെ പൊന്നെ, എന്തൊരു പരിപാടിയായത്! കുരിശ് കൃഷിയേക്കാളും മെച്ചമായിരുന്നൊരു പരിപാടിയുണ്ടോ? എന്തൊരു അനുഗ്രഹമാണ്! അയ്യോ, അങ്ങനെയുള്ളവരെ ആത്മീയ നേതാക്കന്മാരാക്കാമോ? ദുർലാഭമോഹിയും അരുത്. അതിഥിപ്രിയനും. അയ്യോ, ശരി, അതിഥിപ്രിയനും. അപ്പോൾ ഞങ്ങളിതിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ അടയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ അത് അടയത്തില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വീടൊരു ഓപ്പൺ ഹോമാണ്, അതുകൊണ്ടാണ് കഥ അടയ്ക്കാൻ പറ്റാത്തത്. അങ്ങനെയുള്ള ഓപ്പൺ ഹോം അല്ല കേട്ടോ. മനുഷ്യർക്ക് വരാൻ, അവർക്ക് 1-ാം നൂറ്റാണ്ടിലൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ ഹോട്ടലും പരിപാടിയൊന്നുമില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ സുവിശേഷകന്മാർ വന്നാൽ എവിടെയാണ് താമസിക്കുന്നത്? എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കാര്യം ഞാൻ പറയാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഉപദേശി വന്ന് താമസിക്കാത്ത ആഴ്ചകൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ദൂരേന്ന് വരും. അപ്പോൾ അമ്മ പറയും, എടാ ഉപദേശിയാന്ന് തോന്നുന്നു. അപ്പോൾ ഉപദേശിയെക്കുറിച്ച് പറഞ്ഞ് ഒരു കഥ പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരിടത്ത് ഒരു ഉപദേശി വന്നപ്പോൾ, ഇന്ന് ഉപദേശി വൈകുന്നേരത്ത് ഇവിടെ താമസിക്കും എന്ന ബലമായൊരു സംശയം ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടായി. അപ്പോൾ അവരെന്തോ എന്ന് ചോദിച്ചാൽ അവർ തമ്മിൽ ഭയങ്കരമായൊരു വഴക്ക്. അപ്പോൾ ഇങ്ങനെ വഴക്കായി കഴിയുമ്പോൾ അവന് ഉപദേശി കൂടെ താമസിക്കാൻ പറ്റുമോ? അവ ഏതായാലും ഉപദേശി ഇത് കണ്ട് പേടിച്ച് വീട് വിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നോവാതെ അടിച്ചത് കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേ ഭാര്യ പറഞ്ഞു, നോവാതെ കരഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞു.
അപ്പം മൂന്നാമതൊരു ശബ്ദം, പോവാതെ നിന്നത് കണ്ടോ? അപ്പം ഈ ഉപദേശി അങ്ങോട്ട് മാറി നിൽക്കുക, പോയിട്ടില്ല. പോവാതെ നിന്നത് കണ്ടോ? അവിടെ ഞാൻ പറഞ്ഞത് അന്ന് ഇത് തമാശ ആണെങ്കിലും പറയാം, ആദ്യ നൂറ്റാണ്ടിലൊക്കെ ഉപദേശിമാർ വന്നാൽ, പ്രസംഗകന്മാർ വന്നാൽ വീട്ടിൽ താമസിക്കുകയാണ് പരിപാടി. അതിഥിപ്രിയന്മാരാണ്. എൻ്റെ അമ്മ എന്തോ ഒരു ഉപദേശിമാർക്ക് ചോറ് കൊടുത്തിട്ടുണ്ടെന്നറിയാമോ? അതിനെക്കുറിച്ച് ഞങ്ങൾ കുടുംബക്കാരെക്കുറിച്ച് പറയുമ്പോൾ പറയും, എടാ അവന്മാർക്കൊക്കെ നന്മ വന്നതിൻ്റെ കാരണം അവർ ഉപദേശിമാർക്കുമൊക്കെ ചോറ് വെച്ച് കൊടുത്തതിന് അനുഗ്രഹമാണ്, ബൈബിൾ ചുമന്നതിന് ചുമട്ടുകൂലിയാണ് എന്ന്. ഞങ്ങളൊക്കെ പാവപ്പെട്ട മനുഷ്യരായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ ഇപ്പം എന്തോരം പണക്കാരായി പോയി എന്നറിയാമോ? 5000 കോടി രൂപയുടെ മൂലധനം, 15,000 കോടി മൂലധനമൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. അതൊക്കെ അതിൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാലത്ത് ഒരുപാട് കഷ്ടപ്പെടുകയും സുവിശേഷകന്മാരൊക്കെ വന്നാൽ ദിവസങ്ങളോളം വീട്ടിൽ താമസിക്കുകയും ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമുണ്ട്. ഞാനതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതിഥിപ്രിയന്മാരായിരിക്കുന്ന ആളുകൾ, സൽഗുണപ്രിയരെ, അയ്യോ കർത്താവേ സ്തോത്രം. സുബോധശീലൻ, നീതിമാൻ, നിർമ്മലൻ, ജിതേന്ദ്രിയൻ, പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തരാകേണ്ടത് ഉപദേശപ്രകാരമുള്ള വിശ്വാസി വചനം മുറുകെ പിടിക്കുന്നവരുമായിരിക്കണം. അപ്പം അതാണ് ഈ മൂപ്പന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവരുടെ സ്വഭാവ ഗുണവും അവരുടെ വിശ്വാസത്തിൻ്റെ നിർമ്മലതയും ഉപദേശശുദ്ധിയും ജീവിത വിശുദ്ധിയും ഒക്കെയാണ്, അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഞാൻ ആ പ്രസ്താവന ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂപ്പന്മാരെ നിയമിക്കുന്നത് എങ്ങനെയാണ്, ആരാണ് നിയമിക്കുന്നത് എന്നുള്ളതിനല്ല ബൈബിളിൽ പ്രാധാന്യം. അവരാരാണ്, എങ്ങനെയുള്ള ആളുകളെയാണ് മൂപ്പന്മാരാക്കേണ്ടത് എന്നതാണ്. അപ്പോൾ അതിനോട് ചേർത്ത് ഇതോടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ ആരാണ് മൂപ്പന്മാരെ നിയമിക്കേണ്ടത്? ഞാൻ പറയാം. ഈ ആളുകളെ തിരിച്ചറിഞ്ഞ് ഒരു സഭയിൽ ഈ പറഞ്ഞതായിരിക്കുന്ന യോഗ്യതകളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന, ആ നിലയിൽ അവരുമായി പരിചയമുള്ള, ആ നിലയിൽ അവരുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള, അവരുമായി ഇടപഴകിയിട്ടുള്ള ആളുകൾക്കാണ് മൂപ്പന്മാരെ ആക്കാൻ പറ്റുന്നത്. നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന് ഇദ്ദേഹത്തെ കൈവെപ്പിക്കുക, അത് നല്ലതാകട്ടോ. ഇവൻ എങ്ങനെയുള്ളവനാണെന്നും അവനറിയത്തില്ലല്ലോ, അവ കൈവച്ചിട്ടങ്ങ് പോകുമല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ കുറേ വർഷമായിട്ട് പ്രവർത്തിച്ച ആളാണെങ്കിൽ ഇന്ന ആളിനെ ആക്കാമെന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറയും, എൻ്റെ പൊന്നെ അത് പറ്റത്തില്ല. കാര്യം നമുക്ക് അദ്ദേഹത്തെ അറിയാം, അതുകൊണ്ടാണ്. അവിടെ ആരാണ് മൂപ്പനെ ആക്കേണ്ടത്? മൂപ്പനെ ആക്കേണ്ടത് ഈ പറയുന്നതായിരിക്കുന്ന യോഗ്യത അതിന് പൂർണ്ണ നിലയിലൊന്നും അല്ല കേട്ടോ, പൂർണ്ണ നിലയിലൊന്നും അല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവിതത്തിന് വ്യതിയാനം വന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവജനത്തെ അനുസരിക്കുവാൻ മനസ്സുള്ള, ദൈവത്തോട് ഭയമുള്ള ആ നിലയിലുള്ള ഒരു ദൈവമനുഷ്യനെ മാത്രമേ മൂപ്പനായിട്ട് നിയമിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അദ്ദേഹത്തെ നിയമിക്കുന്നയാൾ ഈ നിലയിൽ അദ്ദേഹത്തെ പരിചയമുള്ള, വ്യത്യസ്തമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഇടപാടുകളെക്കുറിച്ച് അറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെ അറിയാവുന്ന, മക്കളെക്കുറിച്ച് അറിയാവുന്ന ഈ നിലയിലുള്ള ഒരു വ്യക്തിക്കാണ് മൂപ്പനെ നിയമിക്കാനായിട്ടുള്ള യോഗ്യത ഉള്ളത്. അപ്പോൾ അത് ആരാണോ എന്ന് നിങ്ങൾ തന്നെ ഓരോ സഭക്കാർ കണ്ടുപിടിക്കണം. ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ മൂപ്പനാകാൻ യോഗ്യതയുള്ള ഒരാളിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന, അതിനുള്ള പരിജ്ഞാനവും പക്വതയും പാകതയുമുള്ള വ്യക്തി ആരാണ്, അല്ലെങ്കിൽ വ്യക്തികൾ ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ച് അവരായിരിക്കണം മൂപ്പന്മാരെ നിയമിക്കാനായിട്ട്. അവരെ വേണം നിങ്ങൾ വിളിക്കാൻ. അപ്പം ആ ഒരു നിലയിലാണ് ദൈവത്തിന് പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. പുതിയ നിയമസഭയുടെ നേതൃത്വം മൂപ്പന്മാർക്കാണ്. അവരെ അധ്യക്ഷന്മാരെന്നും പാസ്റ്റർമാരെന്നും വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു സ്ഥാനത്തെ കാണിക്കുന്ന ക്രമീകരണമാണ്. രണ്ടാമത് പറയാൻ ആഗ്രഹിച്ചത്, അപ്പോസ്തലപ്രവൃത്തി 14-ാമത്തെ അധ്യായത്തിന് 23-ാമത്തെ വാക്യം അനുസരിച്ച് മൂപ്പന്മാരെ നിയമിക്കുമ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം സഭയ്ക്കാണ്, അല്ലാതെ നിയമിക്കുന്ന ആളുകൾക്കല്ല.
അവരെ നിയമിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് അവർ സഭയോടുള്ള ബന്ധത്തിൽ അതിന് മുൻപിൽ പറഞ്ഞതായിരിക്കുന്ന 4 കാര്യങ്ങളിൽ പങ്കുള്ളവർ ആയിരിക്കണം. അതായത് അവർ സുവിശേഷം പറഞ്ഞ് സഭ സ്ഥാപിച്ച് അവിടെയുള്ള വിശ്വാസികളെ ബലപ്പെടുത്തി അവരെ പ്രബോധിപ്പിച്ച് ആ നിലയിൽ ഉത്സാഹിപ്പിച്ച ആളുകളാണ് മൂപ്പന്മാരെ നിയമിക്കുവാൻ അവകാശമുള്ളവർ. എന്നാൽ മൂപ്പന്മാരെ നിയമിക്കുമ്പോൾ അവരെ ആര് നിയമിക്കുന്നു, എങ്ങനെ നിയമിക്കുന്നു എന്നുള്ളതിനേക്കാളും ഒക്കെ പ്രാധാന്യമുള്ള കാര്യം അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു മൂപ്പനാകാനുള്ള യോഗ്യതയുള്ള ആളും ആയിരിക്കണം എന്നുള്ളതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മൂപ്പനാകാൻ സ്ത്രീകൾക്ക് സാധിക്കില്ല കേട്ടോ. എല്ലാ വിശ്വാസികൾക്കും എന്ന് പറഞ്ഞാൽ സഹോദരന്മാർക്കും മൂപ്പനാകാനുള്ള ഒരു സാധ്യതയുള്ള ആളുകളാണ്. നിങ്ങളെങ്ങനെയാണ് മൂപ്പനാകുന്നത്? അതിനുള്ള യോഗ്യത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തിന് വിധേയപ്പെട്ട് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് മൂപ്പനാകാം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സഹോദരിമാർ മൂപ്പന് ആയില്ലെങ്കിലും ഞാൻ പറയാം, മൂപ്പന്മാരെ പോലെ തന്നെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും ദൈവകൃപയും ഒക്കെ പ്രാപിച്ച് ദൈവമക്കൾക്ക് പ്രയോജനമുള്ള ഈ അതിഥിപ്രിയം എന്നൊക്കെ പറഞ്ഞല്ലോ, ആരാ അതിൽ മുഖ്യമായി പ്രവർത്തിക്കുന്നത്? സഹോദരിമാരാണ്. അങ്ങനെയുള്ള നല്ല സഹോദരിമാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ അതിഥിപ്രിയരും കർത്താവിനെ സ്നേഹിക്കുന്നവരും സുവിശേഷം പറയുന്നവരും ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരുമായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സ്നേഹമുള്ള വാഴ്ത്തപ്പെട്ട പിതാവേ, അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ എല്ലാ വഴികൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങേക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള രൂപാന്തരവും വ്യതിയാനവും ഞങ്ങളുടെ ജീവിതത്തിലോടൊന്ന് വരുത്തണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദൈവസഭയെ നയിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ കർത്താവിൻ്റെ സ്വഭാവവും കർത്താവിൻ്റെ മനസ്സുമുള്ളവരായി ഈ ലോകത്തിൽ ദൈവത്തിന് വേല ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.